ഒരു നിമിഷം. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിനത്തിൽ രാജ്ഘട്ടിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തുന്നു നരേന്ദ്രമോദി. രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തുകയാണ് നരേന്ദ്രമോദി. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് രാജ്ഘട്ടിലെത്തി രാവിലെ തന്നെ 7:15, അതായത് 12 മണിക്കൂർ മുമ്പ് സത്യപ്രതിജ്ഞയിലേക്ക് എത്താൻ പോകുന്നതിന് മുമ്പ് രാജ്ഘട്ടിലെത്തി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പുഷ്പാർച്ചന നടത്തിയ നരേന്ദ്രമോദിയാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത്. ER രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, രാജ്ഘട്ടിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. ആരൊക്കെയായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചത്? പ്രമുഖ ഒരുപാട് BJP പ്രവർത്തകർ കൂടി അവിടെ എത്തിയിട്ടുണ്ടെന്ന് സംശയമുണ്ട് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ. നടത്തിയ ശേഷം ഇപ്പോൾ മടങ്ങുകയാണ്. അവിടെ സമീപത്ത് BJP പ്രവർത്തകരൊക്കെ തന്നെ നമുക്ക് കാണാമായിരുന്നു ഈ രാജ്ഘട്ടിന് സമീപത്ത്. ഏതായാലും ഇതിനോട് ചേർന്ന് തന്നെയാണ് വാജ്പേയി സമാധിയായ സദൈവ് അടലുമുള്ളത്. അവിടേക്കും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേരും. അവിടെയും പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം ഒരുപക്ഷെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ കൂടി സന്ദർശിക്കാനുള്ള സാധ്യത കൂടി ഏതായാലും ഉണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഹർദീപ് പുരിയാണുള്ളത്. കഴിഞ്ഞ സർക്കാരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ഹർദീപ് പുരി ഏതായാലും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ട്. ഒപ്പം തുടങ്ങിയ നേതാക്കളാണ് ഏതായാലും ഉള്ളത്. ഹർദീപ് പുരിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ളത്. ഇതിനുശേഷം നേരെ പോകുന്നത് സദൈവ് അടലിലേക്കാണ്, അതായത് വാജ്പേയി സമാധിയിലേക്ക് അദ്ദേഹം പോകും. അതിനുശേഷം അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷം ദേശീയ യുദ്ധ സ്മാരകത്തിൽ കൂടി പ്രധാനമന്ത്രി സന്ദർശിക്കും. അവിടെയും ആദരമർപ്പിക്കും. അതായത് ഇന്ത്യ ഗേറ്റിലാണ് ദേശീയ യുദ്ധ സ്മാരകം ഉള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മോദി എത്തുന്ന സമയത്ത് അവിടെ പല നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു രാജ്ഘട്ടിൽ. ഏതായാലും ഇപ്പോൾ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം സദൈവ് അടലിലേക്ക് തിരിച്ചിരിക്കുകയാണ്. എൽദോ, ഓക്കെ. എന്നാണെങ്കിലും അല്പസമയത്തിനകം തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലത്തും അദ്ദേഹം പുഷ്പാർച്ചന നടത്തുമെന്നാണ് തോന്നുന്നത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനു ഭരത് തുടരുന്നുണ്ട് വീണ്ടും. മനു, ഈ മൂന്നാമത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു ഒരു പ്രഭാവം കുറഞ്ഞു എന്നൊക്കെ, പക്ഷെ അപ്പോൾ പോലും ഒരു കാര്യം സൂചിപ്പിക്കാതെ വയ്യ. ഈ രാജ്യത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പാർട്ടിയെ എത്തിക്കാൻ, പാർട്ടി പ്രതിനിധികളെ പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്, നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കൂടുതൽ ഇടങ്ങളിലേക്ക് BJP വേരുറപ്പിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസവും നരേന്ദ്രമോദിക്ക് കരുത്താകില്ലേ? എന്തോ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു പ്രധാന കാര്യം സാധാരണ മോദി വിശ്വസ്തരെ
മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അല്ലാത്ത ആളുകളെ കൂടി പരിഗണിക്കേണ്ടി വരും. അതിൽ ഒരു സുപ്രധാന പേരാണ് ബൻസുരി സ്വരാജ്. സുഷമ സ്വരാജ് നമുക്കറിയാം, നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP പരിഗണിച്ച ഒരു നേതാവാണ്. അതിനുശേഷമാണ് നരേന്ദ്രമോദി ശക്തമായി വരികയും അവർക്ക് ആ സാഹചര്യം ഇല്ലാതാവുകയും ചെയ്തത്. അപ്പൊ ബൻസുരി സ്വരാജിനെ അവിടെ നിന്ന് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് AAPയുടെ സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തിയ ബൻസുരി സ്വരാജിനെ വിജയിപ്പിക്കേണ്ട ഒരു അല്ലെങ്കിൽ മന്ത്രിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ചില താല്പര്യങ്ങൾ കൂടി ഇത്തവണ സംരക്ഷിക്കേണ്ടി വരും. വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച MP-മാരെ അവർക്ക് പരിഗണന നൽകണം എന്നൊരു നിലപാട് BJPക്ക് അകത്തുനിന്ന് ഉണ്ട്. അതിൽ ഇപ്പൊ ലതാ വാങ്ഡയെ പോലുള്ളവർ, അവര് തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുഡ്ഡു രാജയെ 4,71,000 വോട്ടുകൾക്കാണ് മധ്യപ്രദേശിലെ സാഗർ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് ലതാ വാങ്ഡയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകണം എന്ന ഒരു ആവശ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സാവിത്രി താക്കൂർ, അത് BJPയെ സംബന്ധിച്ചിടത്തോളം ധാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള സാവിത്രി താക്കൂറും വലിയ ഭൂരിപക്ഷത്തിൽ 2 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥികളെ ഈ മന്ത്രിസഭയിൽ പരിഗണിക്കണം എന്നൊരു ആവശ്യം ശക്തമായി ഉയരും. മറ്റൊന്ന്, ഈ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സ്ഥലം, ഇപ്പോ മധ്യപ്രദേശിൽ BJPക്ക് തൂത്തുവാരാൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ ആളുകളെ പരിഗണിക്കണം എന്ന സംസ്ഥാന ഘടകത്തിന്റെ ഒരു ആവശ്യം ഉയരാനുള്ള ഒരു സാധ്യത അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായും അത്തരം ആളുകൾ കൂടുതൽ മന്ത്രിസഭയിലേക്ക് വരും. ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് ഒരു വലിയ പേരായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ വിദിശ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എത്തിയ ശിവരാജ് സിംഗ് ചൗഹാൻ BJPയുടെ ഒരു മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രധാന തസ്തിക നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഈ നിത്യാനന്ദ റായെ പോലുള്ളവർ, VD ശർമ്മയെ പോലുള്ള സംസ്ഥാന അധ്യക്ഷൻ, മധ്യപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മ, അതുപോലെ ബീഹാറിൽ നിന്നുള്ള നിത്യാനന്ദ റായ് ഇത് 3ാം തവണയാണ് പാർലമെന്റിലേക്ക് എത്തുന്നത്. മാത്രമല്ല വിദ്യാർത്ഥി പരിഷത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്ന ഒരാളാണ്. സ്വാഭാവികമായും നിത്യാനന്ദ റായെ പരിഗണിക്കേണ്ടി വരും. ജനാർദ്ദൻ സിംഗ് സിഗ്രിവാൾ മറ്റൊരു ബീഹാറിൽ നിന്നുള്ള ഒരു MP-യാണ്. മഹാരാജ്ഗഞ്ചിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. വലിയ ഭൂരിപക്ഷത്തിലാണ് ജനാർദ്ദൻ സിംഗ് സിഗ്രിവാളും ജയിച്ചിട്ടുള്ളത്. പിന്നെ അത്തരം ആളുകളെ പരിഗണിക്കണം. ഒപ്പം ഈ JDU നേതാവ് ലലൻ സിംഗ്, അദ്ദേഹത്തിന് 4 തവണ അദ്ദേഹം എത്തിയിട്ടുണ്ട് പാർലമെന്റിലേക്ക്. അപ്പൊ JDU സ്വാഭാവികമായും ലലൻ സിംഗിന്റെ പേര് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. മുംഗേർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിലാണ് ലലൻ സിംഗ് ജയിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച ഒരു പ്രധാന ഘടകകക്ഷിയാണ്. അപ്പൊ ജിതിൻ റാം മാഞ്ചി മുൻ ബീഹാർ മുഖ്യമന്ത്രിയൊക്കെയാണ്. അദ്ദേഹം ആണ് ഈ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ തലവൻ. സ്വാഭാവികമായും ഗയ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച മാഞ്ചിയും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. ചിരാഗ് പാസ്വാനും ഒക്കെ നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. NDAയുടെ ഒരു പ്രധാന കക്ഷി ഈ RLD ആണ്. അപ്പൊ ജയന്ത് ചൌധരിക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകണം എന്ന ഒരു ആവശ്യമുണ്ട്. അവരുടെ 2 സ്ഥാനാർത്ഥികൾ UP-യിൽ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ജയന്ത് ചൌധരി വെസ്റ്റേൺ UP-യിൽ പ്രത്യേകിച്ച് ഈ ജാട്ട് സമുദായത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല അദ്ദേഹം ഭാരത് രത്ന കിട്ടിയ ചൌധരി ചരൺ സിംഗിന്റെ കൊച്ചുമകനാണ്. അങ്ങനെ ഒട്ടനവധി ശക്തി അദ്ദേഹത്തിനും, ഒട്ടനവധി ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിനും ആ ഒരു ശക്തിയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തെയും പരിഗണിക്കും. ഇനി ഈ പരാജയപ്പെട്ട മന്ത്രിമാർ, കഴിഞ്ഞ BJP മന്ത്രിസഭയിൽ ഉണ്ടായ 20 മനു, ഒരു നിമിഷം. പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു അത് അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലത്തേക്കാണ് പോകുന്നത് തോന്നുന്നു. രാകേഷ് അതിന്റെ വിശദാംശങ്ങൾ നൽകും. രാകേഷ്, ഇപ്പോഴെങ്ങോട്ടാണ് നരേന്ദ്രമോദി എത്തുന്നത്? യെസ്, അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധിഘട്ടിലേക്ക് പറയൂ രാകേഷ്. എൽദോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വാജ്പേയി സമാധിയായ സദൈവ് അടലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മോദി പുഷ്പാർച്ചന നടത്തുന്ന അല്ലെങ്കിൽ
പുഷ്പാർച്ചന നടത്താനായി എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുകയാണ് വാജ്പേയി സമാധിയിൽ. ഏതായാലും നിരവധി പ്രവർത്തകർ നരേന്ദ്രമോദി എത്തുന്നതറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആളുകളൊക്കെ ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ആളുകൾ അവിടെ പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും രാജ്ഘട്ട് ആദ്യം സന്ദർശിച്ചു. അതിനുശേഷം വാജ്പേയിയെ ഇപ്പോൾ സന്ദർശിച്ചിരിക്കുകയാണ്. BJPയുടെ ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് AB വാജ്പേയി. ഏതായാലും അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. മോദി മോദി വിളികളോടെ ഒരുപാട് പ്രവർത്തകരാണ് അവിടെ നരേന്ദ്രമോദിയെ കാത്ത് നിന്നത്. എന്താണെങ്കിലും രാവിലെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള സത്യപ്രതിജ്ഞാ ദിനത്തിൽ രാവിലെ തന്നെ അദ്ദേഹം രാജ്ഘട്ടിൽ, പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലത്ത് ഒക്കെ എത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിരാവിലെ തന്നെ സജീവമാവുകയാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ദിന ചടങ്ങിൽ.